താമസിച്ചിരുന്ന വീട് JCB വെച്ചിട്ട് അവൻ പൊളിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷമാണ് എനിക്ക് നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ ഷെഡ് പണിത് തന്നത്. ഞാൻ അതിലാണ് ഇപ്പൊ താമസിക്കണത്, അന്തി ഉറങ്ങണതും. ചില സമയങ്ങളിൽ നല്ല മഴ പെയ്യുമ്പോൾ മാത്രം അവിടെ നിന്ന് മാറാറുള്ളൂ. ഇന്നലെ വരെ ഞാൻ അവിടെയാണ് കിടന്നത്. ഇന്ന് വൈകുന്നേരം പണിയും കഴിഞ്ഞ് വന്നപ്പോൾ അന്നത്തെ അവസ്ഥയിൽ തന്നെ അന്ന് വീടായിരുന്നു, ഇന്ന് ഷെഡ് പൊളിച്ചിട്ടേക്കണ്. കയറ് മുറിച്ചിട്ടത് ഒക്കെ അവിടെ കാണാം. അവൻ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവൻ അവിടെ 11 മണിക്ക് കണ്ടതായിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. വീണ്ടും താൽക്കാലിക ഷെഡ് പൊളിച്ച JCB രമേശ് ഇവിടെ ക്രൂരത കാട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ പരിസരത്ത് ഇങ്ങനെ ഒരു ക്രൂരമായ നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ഉള്ളതായി വേറെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഗാർഹിക പീഡനത്തിനെതിരെ HSOക്ക് കോടതി ഉത്തരവുള്ളതാണ്. CMB 5434 നമ്പർ പ്രകാരം 3 നവംബർ 2023 ഉത്തരവും ലംഘിച്ചുകൊണ്ടാണ് രമേശൻ ഈ താൽക്കാലിക ഷെഡ്, ലീല അന്തി ഉറങ്ങിയിരുന്ന, ലീല തൽക്കാലം പകൽ സമയം റെസ്റ്റ് എടുത്തിരുന്ന ആ റൂമാണ് തല്ലിപ്പൊളിച്ച് നാശാവശേഷമാക്കിയത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വീണ്ടും നിർമ്മിച്ചാണ്. ജനങ്ങളെല്ലാവരും കൂടി എല്ലാ ആളുകളും ഒന്നടങ്കം ജനകീയ സമിതിയുടെ കീഴിൽ നിന്ന് വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു. ഇനിയും ഒരു മാനസിക സമ്മർദ്ദമോ പീഡനമോ ലീല കേൾക്കരുതെന്നുള്ള അഭിപ്രായം മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡന പ്രകാരം കേസ് ചാർജ് എപ്പോഴും നമ്മൾ സമൂഹം എന്നുള്ള എല്ലാ പൗരന്മാരുടെയും കടമയാണ്. അത് മാത്രമാണ് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല രമേശന്റെ ന്യായമോ ലീലയുടെ ന്യായമോ ഒന്നുമല്ല. ഒറ്റയായ സ്ത്രീ ഒരു മാനസിക ബുദ്ധിമുട്ട് കൂടാതെ ജീവിതം മുമ്പോട്ട് പോകണം. ഏകദേശം ഇപ്പൊ ആ വീടിന് ലീലയ്ക്ക് വേണ്ടിയുള്ള വീട് അതിന്റെ തറ കെട്ടി കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 4 മാസത്തിനുള്ളിൽ ആ വീട് പണി പൂർത്തിയാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 മാസം കൊണ്ട് രമേശനോട് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഈ വീട് പൊളിക്കപ്പെടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ ഒഴിവാക്കാമായിരുന്നു. 4 മാസം കഴിഞ്ഞ് അവർക്ക് ആ വീടാവും, അവരവിടെ ഷിഫ്റ്റ് ചെയ്യും, അവരെ താമസിക്കുകയും ചെയ്യും. പിന്നെ രമേശന്റെ വഴിക്ക് പോവുകയും ചെയ്യാം. ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ വളരെയേറെ സങ്കടമുണ്ട്.